ഹായ്, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കൈതവരാലെന്ന് പറയുന്ന ഒരു മീനുണ്ട്. അതിനെ ഉലുവ മീനെന്നും പറയും. ഇവിടെയൊക്കെ റാന്നിയിൽ ഉലുവ മീൻ പറയും, കൈതവരാൽ. അപ്പം മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതെല്ലാം വൃത്തിയാക്കി കഴുകി ഒക്കെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ സ്വല്പം പീസ് വറക്കാനും വെച്ചിരിക്കുന്നു. പിന്നെ നത്തോലി മീൻ, അതും വറക്കാനായിട്ടെല്ലാം വെട്ടി മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സ്വല്പം കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 നാരങ്ങയുടെ ഹാഫ് അത് പിഴിഞ്ഞ് ചേർത്ത് എല്ലാം വെച്ചിരിക്കുന്നു. ഉപ്പുമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ മീൻ കറി വയ്ക്കാനായിട്ട് ഉള്ളി, ചുവന്നുള്ളി ഒരു 10-15 ഉള്ളി, പച്ചമുളക് 2 പച്ചമുളക് കീറി, 1 പച്ചമുളക് മുഴുവനും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അങ്ങനെ കുടംപുളി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അതും വെച്ചത്. അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചിട്ട് മീൻകറി വയ്ക്കാനായിട്ട് തുടങ്ങുന്നു. ഗ്യാസ് കത്തിച്ചതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മീൻകറി വയ്ക്കാനായിട്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ മീൻ വറക്കാനുള്ള പരിപാടിയൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊരു സോഫ്റ്റ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതും ചൂടാക്കിയിട്ട് അപ്പോൾ ഒന്നിച്ച് പരിപാടികളൊക്കെ പെട്ടെന്ന് ആക്കാമല്ലോ. നമുക്ക് വേണ്ടിയതും പെട്ടെന്നുള്ള കറികളാണ്. അധികം സമയമെടുക്കാതെ ഒരു കറിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, മീൻ കറിയും മീൻ വറക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മുടെ ഒരു വിരുന്ന് എന്താ പറയുന്ന വിരുദ്ധം അല്ലേ, കരവിരുദ്ധം, അതൊന്ന് പ്രദർശിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവരും വരിക. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ സോഫാൻ ചീനിച്ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് മീൻ വറക്കാനുള്ളത്. ഇപ്പോഴത്തേക്കിന് ഈ ചട്ടി ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടായി വന്നു കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വിശേഷം പറയുക. ഈ യൂട്യൂബിൽ വരുന്ന കിച്ചൻ്റെ പ്രോഗ്രാമെല്ലാം കാണാറുണ്ട്. എല്ലാം നല്ല പ്രോഗ്രാമാണ്. ഈയിടെ ഒരു അമ്മ വെച്ച പുളിശ്ശേരി, മാങ്ങാ പുളിശ്ശേരി കണ്ടിരുന്നു. ഒത്തിരി ഇഷ്ടമാണ് അമ്മയുടെ പാചകങ്ങൾ. നന്നായിട്ടുണ്ടല്ല. പാട്ടൊക്കെ പാടിയിട്ട് കവിതയൊക്കെ പാടി പാചകം ചെയ്യുന്ന പരിപാടി നല്ലതായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചീനിച്ചട്ടി, ഈ മീൻചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ ചീനിച്ചട്ടി. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ വറക്കാനുള്ള എടുത്തിടുന്നു. മീൻ വറക്കാനായിട്ട്
ഒരു മീൻകറി ആകുമ്പോഴത്തേക്കിന് ആ ഫിഷും അങ്ങനെ ഫ്രൈ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നു. വെളിച്ചെണ്ണ തിളച്ചാൽ ഉടനെ അതിൽ കടുകിടുകയാണ്. 2 സ്പൂൺ കടുകിട്ട് ബാക്കി പറയാം കാണിച്ചിട്ട്. അപ്പോൾ ചട്ടി ഒന്ന് നല്ലതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എളുപ്പമാണ്. മറ്റേ അതല്ല എങ്കിൽ പെട്ടെന്ന് വേഗില്ല. ഉള്ളിയൊക്കെ ഒന്ന് വഴലണം. ഉള്ളി വഴന്നിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ വറക്കുന്ന പരിപാടി അതൊന്ന് അടച്ച് തന്നെ വെക്കണം കേട്ടോ. ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കടുകിടാം. കടുക് ഒരു 2 സ്പൂൺ കടുക് അങ്ങോട്ട് ഇടും. 2 സ്പൂണ് കടുക് ഇട്ടിട്ട് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പം കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊച്ചുള്ളി പറഞ്ഞല്ലോ, കൊച്ചുള്ളി കുറച്ച് ഒരു 10-15 ഉള്ളി. വലിയ ഉള്ളിയാണെങ്കിൽ അതൊന്ന് 2ആയിട്ട് കീറിയിടുക. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കുന്നത്. ഇതിങ്ങനെ മുന്തിരിങ്ങ പോലെ കിടക്കുന്നത് ഒരു സ്വാദാണ്. അധികം നമ്മൾ 4-5 ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ഒത്തിരി ഉള്ളി ഇട്ടാലേ പറ്റില്ല, അത് ചീത്തയായിപ്പോവും. നമുക്ക് അപ്പോഴേ ഫ്രഷായിട്ട് 1-2 ദിവസമൊക്കെ ചീത്തയാകാതൊക്കെ ഇരിക്കും. എണ്ണ ഉള്ളപ്പോൾ സ്വല്പം മീനൊക്കെ എടുത്താൽ 2-3 ദിവസമൊക്കെ ചീത്തയാകാതിരിക്കും. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉള്ളിയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും കറികളൊക്കെ. അത് ഏത് കറിയാണെങ്കിലും ഉള്ളി ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കറി അധികം ദിവസം ഇരിക്കില്ലല്ലോ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. ഇപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഉള്ളി ഒന്നായിക്കോട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വറക്കാൻ വെച്ചിരുന്ന മീൻ ശരിയായി കാണും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് തിരിച്ചിടാനായിട്ട് നോക്കുകയാണ്. തീരെ മാർദ്ദവം കുറഞ്ഞ മീനാണ് ഈ കൈതവരാലെന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ ചട്ടുകയിട്ടൊക്കെ ഇളക്കുമ്പോൾ വളരെ കെയറായിട്ട് ഇളക്കി വേണം അത് ശരിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കൊള്ളാവുന്നതാണ്. അതിന് നടുക്കൊരു മുള്ളേ ഉള്ളൂ. അല്ലാതെ ഈ ആറ്റുമീൻ പോലെ ഈ മാംസത്തിനകത്ത് മുള്ളൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വാങ്ങുന്നുണ്ട്. ഇപ്പോഴതും വീഡിയോയിൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഇച്ചിരി മീൻ കിട്ടിയപ്പോൾ ആ മീൻ കറി ഇന്നത്തേക്കാം എന്ന് വിചാരിച്ചു.
ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. സ്വല്പം കൂടെ വഴന്നിട്ട് വേണം നമുക്ക് മീനിൻ്റെ മസാലകൾ എല്ലാം ചേർക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു. പിന്നെ നമ്മൾ ഈ ഉള്ളിക്കകത്ത് ഒരു 4-5 വെളുത്തുള്ളി അല്ലാതെ തന്നെ മുഴുവനെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഒരു 2 കുടം വെളുത്തുള്ളി പൊളിച്ച് ഇഞ്ചിയും വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതെടുത്തു. എന്നിട്ടൊരു 3-4 ഉള്ളി അല്ലാതെ തന്നെ വെളുത്തുള്ളി മുഴുവനെ ഈ ഉള്ളിയുടെ കൂടെ തന്നെ, ഈ കൊച്ചുള്ളിയുടെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ബാക്കി മീൻ ഇടുന്നതായിരിക്കാം. നത്തോലി മീനെന്ന് പറയുന്നത് അല്ലേ? നത്തോലി. അപ്പോൾ നമ്മൾ നത്തോലി മീൻ അടുത്തത് ഇതിലേക്ക് തന്നെ ഇടുകയാണ്. തീ സ്വല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടുത്തത് നമ്മൾ നത്തോലി മീൻ ഇടുന്നുണ്ട്. വളരെ തീ കുറച്ച് വെച്ചിട്ട് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. നത്തോലി മീൻ ഇപ്പോൾ സ്വല്പം നത്തോലി മീനെടുത്ത് അതും കൂടെ വറക്കാനായിട്ട് ഇടുകയാണ്. ഇപ്പോൾ നത്തോലി മീനും കൂടെ ഇട്ടു. സ്വല്പം കറിവേപ്പില കൂടെ അങ്ങോട്ട് ഇടുകയാണ്. ഇടുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നു. ഇനിയിപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൽ മസാല ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ള 3.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി മസാലയൊക്കെ ഇടുമ്പോഴത്തേക്കിന് തീ ഒരു സ്വല്പം കുറച്ച് വെച്ച് നമ്മൾ എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ മസാലപ്പൊടികളെല്ലാം നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളി പൊടികളൊക്കെ മുളക്, മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒക്കെ ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ
വെള്ളം ഒഴിച്ച് കൊടുക്കണം. സ്വല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. സ്വല്പം വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന വാളൻ പുളി, അതൊരു 4 പുളിയുടെ ചുള എടുത്തിട്ടുണ്ട്. 4 പുളിയുടെ ചുള എടുത്തിട്ടുണ്ട്. അടുത്തത് പിന്നെ ഉപ്പിടണമല്ലോ. ഉപ്പിടാനായിട്ട് ഉപ്പെടുത്തില്ല. ഉപ്പെടുത്തോണ്ട് വരണം. അപ്പോൾ ഒരു 2-2.25 സ്പൂൺ ഉപ്പിട്ടു. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഓക്കെ. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് നല്ലതായിട്ടൊന്ന് തിളച്ചിട്ട് വേണം നമ്മൾ ഈ മീനിൻ്റെ കഷ്ണമൊക്കെ പെറുക്കി അങ്ങോട്ട് ഇടാനായിട്ട്. അപ്പോൾ ചുമയ്ക്കുന്നുണ്ട്. ഈ മുളകൊക്കെ എടുക്കുമ്പോഴേ ചുമ വരുന്നുണ്ട് അടുക്കളയിൽ. കറിവേപ്പില ഇട്ടങ്ങോട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ മീൻ വാരി അരപ്പിലേക്ക് ഇടുകയാണ്. ഇപ്പം നത്തോലി ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്. ഇളക്കി ഇടാറായില്ല. സ്വല്പം കൂടെ ഒന്ന് ശരിയാകാനുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടി കൂടി ഇടും. കയ്യിൽ ശരിക്ക് പിഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉലുവ മീൻ നല്ലതായിട്ട് ഉലുവാപ്പൊടിയും വെളിച്ചെണ്ണയും ഇടണം. അത് സ്വല്പം വെളിച്ചെണ്ണ ഇവിടെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. സ്വല്പം വെളിച്ചെണ്ണ, സ്വല്പം മതി, ഒത്തിരി ഒന്നും വേണ്ട. വെളിച്ചെണ്ണ ഇട്ടു. അരപ്പൊക്കെ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ഇറക്കി ഇടുകയാണ്. ഇപ്പോൾ മീൻ പിറക്കി ഇങ്ങോട്ട് ഇടുകയാണ് നമ്മൾ കേട്ടോ. ഇങ്ങനെ അങ്ങിട്ടാൽ മതി. കൈ കൊണ്ടിടേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ ഇങ്ങോട്ടങ്ങിട്ട് അത് അവിടെ കിടന്ന് നല്ലതായിട്ടൊന്ന് തിളക്കിട. ഇതിൻ്റെ തീയൊന്ന് ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് അത് തിരിച്ചിട്ടിട്ട് പിന്നെ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കഷ്ണത്തിലെല്ലാം ഈ ചാറും ഉപ്പും എരിയെല്ലാം നല്ലതായിട്ട് പിടിക്കണം. അതും ഈ കൈതവരാലാകുമ്പോൾ നല്ലതായിട്ട് ഉപ്പും മുളകും ഒക്കെ നല്ലതായിട്ട് ചേരണം. പുളിയൊക്കെ നല്ലതായിട്ട് ചേരണമെങ്കിലേ അത് ശരിക്കും. അത് തന്നെയല്ല, ഒരു ദിവസം ഇത് കറി വെച്ച് പിറ്റേ ദിവസം എടുക്കാനാണ്. പിറ്റേ ദിവസം അങ്ങോട്ട് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കണം എല്ലാവരും. അതാണ് അതിൻ്റെ ടേസ്റ്റായിട്ടുള്ളത്. അപ്പോൾ സ്വല്പം വെള്ളം കൂടി ഒഴിക്കുക. ഇതൊന്ന് കറിയൊന്ന് ഇങ്ങോട്ടൊന്ന് മീൻ വേകട്ടെ. അതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ചേർക്കുക. മീനൊന്ന് വേകണം. അപ്പോൾ അങ്ങനെ ആ ചാറിലെല്ലാം ആ കഷ്ണത്തിലെല്ലാം ആ ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ച് വൃത്തിയായി ഒന്ന് ഇളക്കി നല്ലതായിട്ട് ആ ചാറൊക്കെ നല്ല പരുവത്തിന്
ചാറൊക്കെ ഒന്ന് പറ്റി വരണം. പറ്റി വന്നെങ്കിൽ ഈ ഉലുവ മീൻ കൊള്ളുകയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ, ഉലുവാപ്പൊടി എല്ലാം ഇട്ട് ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് മീൻകറി ചീത്തയാവുമല്ലോ. അപ്പോൾ സ്വല്പം നമ്മൾ കറിവേപ്പില കൂടെ ഇടുകയാണ് കേട്ടോ. കറിവേപ്പില കൂടെ സ്വല്പം അങ്ങോട്ടിട്ടു. അതങ്ങനെ അവിടെ കിടന്നൊന്ന് കറിയൊന്ന് പറ്റിക്കോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ചേക്കാം അല്ലേ. അടച്ച് വെച്ചു. ആ കറിയൊക്കെ ഒന്നാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീനൊന്ന് തിരിച്ചിടുകയാണ്. ഓക്കെ, തിരിച്ചിടാറായി. മീനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ പറയൂ, എന്തൊക്കെ വിശേഷങ്ങൾ? ഇന്നെല്ലാവരുടെയും കിച്ചൻ്റെ പരിപാടികളൊന്നും ഞാൻ നോക്കിയില്ല. എനിക്കിച്ചിരി തിരക്കായിരുന്നത് കാരണം തലേനിയും വൈകിട്ട് വേണം എല്ലാവരുടെയും പ്രോഗ്രാം ഒന്ന് കാണാനായിട്ട്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? ഓരോ കൂട്ടുകാരികളുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. വൈകിട്ട് വേണം നോക്കാനായിട്ട് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെങ്കിൽ ഇട്ടില്ല. എല്ലാവരും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പാട്ടൊക്കെ ഇടാം. അത് കാരണത്താൽ ഒരു മൂഡില്ല പാട്ടൊക്കെ പാടാനായിട്ടും. നല്ല പാട്ടൊക്കെ ഒന്നും സെലക്ഷനൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ടൈം ഒട്ടും തന്നെ കിട്ടിയിരുന്നില്ല. അത് കാരണത്താൽ പിന്നെ എല്ലാവരുടെയും കിച്ചൻ്റെ പ്രോഗ്രാം വളരെ വിജയമാണ്. എല്ലാവരും നല്ല നല്ല കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കമൻസൊക്കെ ഉണ്ട്. എനിക്ക് മാത്രം തീരെ കുറവാണ് കമൻസ്. അപ്പോൾ എനിക്ക് കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയുള്ള കൂട്ടുകാരികളോട് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വൈകിട്ടത്തെ എല്ലാം ഫുഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നും വിചാരിക്കുന്നു. എല്ലാവരുടെയും ഫുഡ് ഐറ്റംസൊക്കെ വളരെ നല്ലതാണ്, കാണാനൊക്കെ വളരെ അഴകാണ്. എല്ലാവരുടെയും ഒന്നിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവരുടെയൊക്കെ പാചകത്തിൻ്റെ ഞാനും കാണുന്നതിനൊക്കെ ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നത്തോലി മീനായതുകൊണ്ട് വളരെ ചെറുതാണ്. ഇതെന്ന് പറഞ്ഞാൽ വരാൽ മീനാണ്. ഇത് വരാൽ മീൻ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. വരാൽ മീൻ കറി. അപ്പം ഇവിടെ ഒരു കൊച്ചു പയ്യനുണ്ട്, എൻ്റെ കൊച്ചുമകൻ. അവൻ മീൻ വറുത്ത് കൂട്ടി കഴിക്കുള്ളൂ. അവന് വേണ്ടി മാത്രം വറക്കുന്നതാണ്. നത്തോലിയൊക്കെ ഞങ്ങൾ കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ നത്തോലി മീനൊക്കെ വറുക്കാനായിട്ടൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പെട്ടെന്ന് വറുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണട്ടെ. എല്ലാവരും ഇതേ മോഡലിൽ ഒന്ന് മീൻ വറക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇതിൽ
എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നാലും ഒരു മീനിൻ്റെ ഒരു ഐറ്റം എപ്പോഴും അങ്ങ് കിളിപ്പ് തോരനും ചേമ്പല കറിയൊക്കെ ആയാൽ ഒരു സുമാറില്ലല്ലോ അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഫിഷിൻ്റെ ഐറ്റംസ് റെഡിയാക്കിയത്. അപ്പോൾ ഇതിൽ മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് മതി. ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അര സ്പൂണ്, ഉപ്പുപൊടി, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് അത് ചേർത്താണ് ഈ മീൻ തയ്യാറാക്കിയത്. അപ്പോൾ ഈ മീൻ റെഡിയായി. നല്ലതായിട്ട് അത് മൂത്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. ഇതിലേക്കും സ്വല്പം കറിവേപ്പിലയൊക്കെ ഇടുകയാണ്. കറിവേപ്പിലയൊക്കെ ഇട്ടു. അതങ്ങനെ വെച്ചിരിക്കുന്നു മീൻ വറുത്തത്. അപ്പോൾ നമ്മുടെ മീൻ കറിയൂടൊക്കെ നോക്കണ്ടേ. ഇനി മീൻ കറി നോക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ചൂടൊന്ന് പറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റി വയ്ക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ചുറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഈ മീനൊന്ന് എല്ലായിടത്തും ഒന്ന് എരിയും പൊടിയൊക്കെ ആകാനായിട്ടൊന്ന് ചുറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് ചുറ്റി റെഡിയാക്കി വെച്ചു. അതിനിയൊന്ന് നന്നായി ഒന്ന് വെന്തു വരണം നല്ലതായിട്ട്. ഒന്നുകൂടെ ചാറ് പറ്റാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചാറൊന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ മീൻ കറിയുമായി. ഞാൻ കറികൾക്കൊക്കെ ധാരാളം കറിവേപ്പില ഇടാറുണ്ട്. ഇവിടെ കറിവേപ്പില ഉണ്ട്, അത് കാരണത്താലാണ്. പിന്നെ അതെല്ലാം തണ്ട് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കിയൊക്കെ വെക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മീൻ ഒന്ന് വറുത്ത് കോരി നോക്കാം ശരിയായിട്ടുണ്ടോ എന്ന്. നന്നായി വറുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞാലും അതിന് സ്വാദില്ല. ഇതിപ്പോൾ ഇല്ല, കൊഞ്ച് വറക്കുന്നത് പോലെ, പച്ച കൊഞ്ച് വറുത്ത് എടുക്കുന്നത് പോലെ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ ഒന്ന് പാത്രത്തിലേക്ക് കോരിയിടാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ മീൻ കറി ഒന്ന് റെഡി ആയിക്കൊള്ളട്ടെ അല്ലേ. ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ചാൽ നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കൊള്ളട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്ത് വെക്കാം മീൻ കറി സെർവ് ചെയ്ത് വെക്കാനാണ്. ഇപ്പം ഈ മീൻ ഇതിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഒരു സ്വല്പം സവോളയോടെ അരിഞ്ഞ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ട്. അത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് കാരണത്താൽ അത് പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് വീണ്ടും വേറൊരു ദിവസം കാണിക്കുന്നതായിരിക്കും എല്ലാവരും. ഓക്കെ. അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. എനിക്ക് വീഡിയോ വെക്കാനുള്ള ഷെൽഫൊന്നുമില്ല, സ്റ്റാൻഡില്ല. അപ്പോൾ അത് കാരണത്താൽ ഞാൻ ഇതൊരു കൈ വെച്ചാണ് ഈ ഫിഷിൻ്റെ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് പോരുന്നത്. അപ്പോൾ ഇനി സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ വേറെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ.
ഫിഷ് വറുത്തത്, നത്തോലി വറുത്തത് അല്ലേ എന്നല്ലേ പറയുന്നത്, നത്തോലി വറുത്തത് അല്ലേ എന്നാണല്ലോ. നത്തോലി ഒരു ചെറിയ മീനല്ല അല്ലേ, നത്തോലി ഒരു വലിയ മീനല്ലെന്നോ ചെറിയ മീനല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നത്തോലി വറുത്തത്, കൈത വരാൽ വറുത്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വല്പം കറിവേപ്പിലയോട് ഒന്ന് വിതറിക്കോട്ടെ. ഊണുകാലമായി ഉണ്ണാൻ വാ മച്ചുണനെ, അയല വറുത്തതുണ്ടേ, കരിമീൻ പൊരിച്ചതുണ്ടേ, കൊടംപുളിയിട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ. കലത്തിലെ ചെറുമണി ചോറുണ്ട്, അപ്പുറത്തെ ചട്ടിക്കകത്ത് മീൻകറി ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് ഓരോ വിഭവങ്ങളുണ്ട്. ഉലുവാത്തോരന്, പിന്നെ തക്കാളിക്ക കറിയുണ്ട്, ബീൻസ് തോരനുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഉണക്കമീൻ വറുത്തതുണ്ട്, എന്ത് വേണമെങ്കിലും. പിന്നെ മോരുകറി ഇരിപ്പുണ്ട്, അത് കറി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു, മോരുകറി. അപ്പോൾ ഉണ്ണാൻ വരില്ലേ, എല്ലാവരെയും വിളിക്കുകയാണ്. ആരും വന്നില്ല, ആ ഒരു പ്രയാസത്തിൽ ഇരിക്കുന്ന ആരും വന്നില്ല. വിളിക്കുന്നുണ്ട് എല്ലാവരെയും. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ആദ്യമേ നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി പരുവം, ചാറെല്ലാം വറ്റി, കറിവേപ്പിലയൊക്കെ ഇട്ട്, ഉലുവ പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇട്ടു, സ്വല്പം കറിവേപ്പിലയൂടെ ഇടുകയാണ്. അപ്പോൾ ഇത് റെഡിയായി. ഇന്നെല്ലാവരെയും ഉണ്ണാനായിട്ട് വിളിക്കുന്നു. എല്ലാവരും വരിക. ഓക്കെ, ബൈ ബൈ. അടുത്തത് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. സീ യു.